مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صفيه وخليله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. يوم تأتي كل نفس تجادل عن نفسها وتوفى كل نفس ما عملت وهم لا يظلمون. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. أنا സഹോദരി മാരെ, സദസ്യരെ, മദീനവാസികളെ, നെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയും എല്ലാം ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിനെ വേണ്ടതുപോലെ അവന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കി ഭയപ്പെട്ട് അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി വർത്തിക്കാൻ നാം ഓരോരുത്തരും സദാ പാടുപെട്ടുകൊണ്ടേയിരിക്കുക. അള്ളാഹു അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ഉപദേശങ്ങളിൽ നിന്ന് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ ശ്രദ്ധ ചെലുത്തുക. അതിനും റബ്ബുൽ ഇസ്സത്ത് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെയുള്ള വിജ്ഞാന സദസ്സുകൾ കേൾക്കാറുള്ളതായ ഉപദേശങ്ങൾ നാം പകർത്തുക എന്നത് മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതും നമ്മുടെ ബാധ്യതയാണ് എന്നത് ഓർത്തുകൊണ്ട് കഴിവിന്റെ പരമാവധി ആ ഡ്യൂട്ടിയും നിർവഹിക്കാൻ വേണ്ടി നാം ശ്രദ്ധ ചെലുത്തുക. ഇതിനെല്ലാം റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നമുക്ക് ഇവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസ് ഇന്ന് ചർച്ചക്കെടുത്തതായ വിഷയം യഥാർത്ഥത്തിൽ ഈ ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകതയെക്കുറിച്ചും ഈ ദീനുൽ ഇസ്ലാം മനുഷ്യൻ അവന്റെ ജീവിതത്തിലും അവന്റെ പരിസരത്തിലും നടപ്പാക്കുന്നത് പോലെ അത് ജീവിതത്തിൽ ആ സകലം നടപ്പാക്കുന്ന മുസ്ലിങ്ങൾ അവരുടെ ഭരണകൂടത്തിലും നടപ്പാക്കാനുള്ളതായ ചുറ്റുപാട് ലഭിക്കുക എന്നത് ഒരു മഹാഭാഗ്യമാണ്. ആ ഭാഗ്യം ലോകത്തിൽ ഈ യുഗത്തിൽ പ്രത്യേകിച്ച് വളരെ പരിമിതമായ രാഷ്ട്രങ്ങളിൽ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ആ മഹാ അനുഗ്രഹത്തെക്കുറിച്ച് ലോകം മുഴുവനും പഠിക്കുകയും ആ അനുഗ്രഹത്തിലൂടെ ആസ്വദിക്കുന്നതായ വിഭാഗത്തെ അല്ലെങ്കിൽ രാഷ്ട്രത്തെ കണ്ണോടിച്ചുകൊണ്ട് അവരിൽ നിന്നിട്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അത് യഥാർത്ഥത്തിൽ അവർക്കുള്ള വിജയം അഥവാ അള്ളാഹുവിന്റെ നിയമങ്ങളെ അവരുടെ ശരീരത്തിൽ നടപ്പാക്കാൻ ലോകത്തിൽ ആ എല്ലായിടങ്ങളിലും ജീവിക്കുന്ന മുസ്ലിങ്ങൾ പരിശ്രമിക്കുന്നത് പോലെ ഇസ്ലാമിനെ അവരവരുടെ ഭരണകൂടത്തിലും നടപ്പാക്കണമെന്ന നിർബന്ധമുള്ള വളരെ തുച്ഛം രാഷ്ട്രങ്ങൾ ലോകത്തിലുണ്ട് എന്നത് നമുക്ക് പരിചയമുള്ളതാണല്ലോ. അങ്ങനെയുള്ള രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ വളരെ പരിമിതമായ വളരെ ചുരുങ്ങിയ ആ രാഷ്ട്രങ്ങളിൽപ്പെട്ടതാണ് സൗദി അറേബ്യ എന്നത്.
ഇവിടെയുള്ളതായ നിയമം ഇവിടെയുള്ള ഭരണകൂടം പ്രഖ്യാപിച്ചതുപോലെയും പ്രഖ്യാപിക്കാറുള്ളത് പോലെയും ഇവിടെ ഈ രൂപത്തിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് 300ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഭരണകൂടം ആരംഭിച്ചപ്പോൾ അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുമായിരിക്കും ഞങ്ങളുടെ ഭരണകൂടത്തിനുള്ള ആധാരമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതായിരുന്നു. അത് അങ്ങനെ തന്നെ തുറന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ ബൈഅത്തുകൾ ഓരോ നേതാവ് ഈ നാട്ടിനോട് വിട വാങ്ങുമ്പോൾ പുതിയ നേതാവിന് വേണ്ടി മറ്റു രാഷ്ട്രങ്ങളിൽ നടത്തുന്നത് പോലെ ഇതിനു മുമ്പുള്ള ആഴ്ചകളിൽ ഇവിടെ മറ്റു ഖതീബന്മാർ പ്രസംഗിച്ചതിനെ ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നതുപോലെ അതിന്റെ വിശദാംശമാണ് ഇന്ന് മക്കയിൽ ഉള്ള പ്രസംഗത്തിൽ ഖുതുബയിൽ സുദൈസ് ഊന്നി പറഞ്ഞത്. പലയിടങ്ങളിലും ചിലര് ആ പ്രത്യേകത താരതമ്യേന മനസ്സിലാക്കാനുള്ള ചുറ്റുപാട് ലഭിക്കാറില്ല. പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായി വിട്ടുജീവിക്കുന്ന വിഭാഗമാകുന്ന കേരളീയരെ പോലത്ത ഇന്ത്യക്കാരെ പോലത്ത ജനങ്ങൾക്ക് പണ്ടൊക്കെ അറിയാൻ പ്രയാസമുണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് നെറ്റിലൂടെയും അവരുടെ കൂടെയുള്ള മൊബൈലിലൂടെയും ദൈനംദിനം അല്ല ഓരോ നിമിഷങ്ങളിൽ ലോകത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ കണ്ണുകൊണ്ട് കണ്ടറിയാൻ വരെ സാധിക്കുന്ന ചുറ്റുപാടാണ്. ഒരു നാട്ടിൽ ഇസ്ലാമിക നിയമം ഭരണകൂടം തന്നെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. അങ്ങനെ സംഭവിക്കുന്ന ഞാൻ എൻ്റെ ഭാഷയിൽ പറയാറുള്ളത് പോലെ വെന്തുരുകുക അല്ലെങ്കിൽ മഹാപ്രയാസത്തോടുകൂടി ഒന്നിനും രക്ഷയില്ല. വീട്ടിൽ രക്ഷയില്ല, അഭിമാനത്തിന് രക്ഷയില്ല, ഭരണത്തിൽ രക്ഷയില്ല, സമ്പത്തിന് രക്ഷയില്ല, കുട്ടികൾക്ക് രക്ഷയില്ല, ഒന്നിനും രക്ഷയില്ലാത്ത രൂപത്തിൽ നാഥനില്ലാത്ത നായപ്പടകളെ പോലെ ജീവിക്കുന്ന നാടുകൾ, പ്രത്യേകിച്ച് അറബ് രാഷ്ട്രത്തിൽ നിന്നിട്ട് ചില നാടുകൾ ഇപ്പോഴും നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരവരുടെ നാടുകളിൽ ഖുർആനിനെയും സുന്നത്തിനെയും ഇസ്ലാമിനെയും സ്ഥാപിക്കലിലൂടെ തൗഹീദിന്റെ വിജയ പതാക പറപ്പിക്കലിലൂടെ അവരുടെ നാടുകളിലുള്ള ആ അക്രമങ്ങളിൽ നിന്നിട്ട് രക്ഷപ്രാപിക്കാൻ, ആ മഹാ അപകടത്തിൽ നിന്നിട്ട് മോചനം നേടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ അതോടൊപ്പം ബുദ്ധിജീവി ഇത് കണ്ട് പാഠം പഠിക്കണം. ബുദ്ധിജീവി എന്ന് തന്നെ അല്ലാഹു ഖുർആനിൽ നമ്മെ വിളിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും. യാ ഉലിൽ അൽബാബ്, ഈ ബുദ്ധിജീവികളല്ലാത്ത അഥവാ ബുദ്ധി ഉപയോഗിക്കാത്ത വിഭാഗമാകുന്ന ജൂതന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചപ്പോൾ അവരുടെ ഇടയിൽ എപ്പോഴും ഐക്യമില്ല, അവരെപ്പോഴും ഭിന്നിക്കുന്നവരാണ്, അവരെപ്പോഴും പേടിക്കൊടലന്മാരാണ് എന്നീ ശൈലികൾ സൈക്കോളജിക്കലായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്നീ ശൈലികൾ മഹാനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ജൂതന്മാരെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്തേ അവർക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിക്കാറില്ല. അപ്പോൾ ബുദ്ധി ഉപയോഗിക്കുക എന്നത് ഒരു മഹാനേട്ടമാണ്. ബുദ്ധി നമുക്കെല്ലാം ഉണ്ട്, പക്ഷെ ആരുണ്ട് ബുദ്ധി ഉപയോഗിക്കുന്നവര്? ഈ ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മദീന ഇമാമ ഇന്ന് ഉണർത്തിയതായ ദുനിയാവിന്റെ വില മനസ്സിലാക്കി, ജീവിതത്തിന്റെ വില മനസ്സിലാക്കി, പരലോകമോക്ഷം മനസ്സിലാക്കി പ്രശ്ന മനുഷ്യന്മാരായി ജീവിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഇടയിൽ ഐക്യത്തോടു കൂടി യോജിച്ചുകൊണ്ട് ഒരണിയായിട്ട് നമുക്ക് 5 വക്ത് നമസ്കാരം അണിയായി നിൽക്കണമെന്ന് പഠിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അണിയായി നിർത്തുമ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ അണിയായി നിൽക്കും പോലെ നിങ്ങൾ അണിയായി നിൽക്കുക. അണിവിട്ട് കളിക്കുമ്പോൾ, ഭിന്നിപ്പുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഇടയിൽ പ്രയാസങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹീത നോട്ടവും ഇല്ലാതെയായി മാറും. അള്ളാഹുവിന്റെ അനുഗ്രഹീത നോട്ടം മുസ്ലിങ്ങളിലേക്ക് ഉണ്ടാവണമെങ്കിൽ നാം അണിയായി നിൽക്കണം, അഥവാ യോജിച്ചു പോകണം. നിങ്ങൾ പണ്ട് യോജിച്ചു പോകാത്ത രൂപത്തിലുള്ള ഈ മദീനയിലുള്ള ജീവിതം, മക്കയിലുള്ള ജീവിതം, അതിനോട് വിടവാങ്ങിയ ശൈലിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്കുറൂ നിഅമത്തല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഒന്ന് പരിശോധിക്കുക, ഒന്ന് കണ്ണോടിക്കുക. നിങ്ങൾ ശഫാഅത്തുൻ മിനന്നാർ, നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു, അവിടെ നിങ്ങൾ അവാക്കും നിങ്ങളെ പിടിച്ച് അവൻ രക്ഷപ്പെടുത്തി, നിങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ടാക്കി, നിങ്ങൾ അണക്കി ചേർത്ത് നിങ്ങൾ ഒരു കെട്ടാക്കി മാറ്റി എന്ന് ഇന്നലെ രാത്രിയത്തെ സംസാരത്തിൽ, രാത്രി ക്ലാസ് കേൾക്കുന്നവർക്ക് പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ പകൽ പഠിക്കാൻ സാധിച്ചോളമെന്നില്ല. അവിടെ ഞാൻ ഊന്നി പറഞ്ഞതായിരുന്നു നമ്മുടെ ഐക്യത്തെ കുറിച്ച്. ആ ഐക്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് വന്ന ഉടനെ തന്നെ എന്താ കാട്ടിയത്?
മുസ്ലിങ്ങളുടെ ഇടയിൽ റസൂൽ ഊന്നി പറഞ്ഞ ഖിയാമത്ത് നാൾ വരെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മാനസിക മാരകമായ രോഗമാണ് എന്ത്? നിയാഹ, അഥവാ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി അട്ടഹാസിക്കുക, അതിന്റെ പേരിൽ മുടിവിച്ച് ചെയ്യുക, അതിന്റെ പേരിൽ നെഞ്ചത്തടിക്കുക, അതൊക്കെ ജാഹിലിയ കാലമാണ്. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന് റസൂൽ പറയുന്നു. അപ്രകാരം തന്നെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്നതിൽ പെട്ടതാണ് എന്ത്? മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നതായ അനൈക്യം. എന്തിലൂടെ? തെക്കന് വടക്കനെ കണ്ടുകൂടാ, വടക്കന് തെക്കനെ കണ്ടുകൂടാ, നേരെ മറിച്ചു. നമ്മുടെ ഒരു നാട്ടിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ ഒരേ നാട്ടിന്റെ ഒരു ഭാഗത്തുള്ളവർ മറ്റൊരു ഭാഗത്തുള്ളവരോട് വെറും ദേശീയത കാരണത്താൽ അവൻ ഇന്ന് തെക്കൻ, ഇവൻ വടക്കൻ ഈ സ്വഭാവം അത് പണ്ട് തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് റസൂൽ എന്ത് ചെയ്തു? മക്കക്കാരാകുന്ന തെക്കരോട് മദീനക്കാരാക്കുന്ന വടക്കർക്ക് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ മുആഖാത്ത് നടത്തി, ഐക്യമുണ്ടാക്കി. ഇത് ഇന്നലെ രാത്രി ഊന്നി പറഞ്ഞതായ ഭാഗമാണ്. അതിലേക്ക് സൂചിപ്പിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞതായ ഖുതുബകളിലൂടെ. എന്നാൽ മക്ക ഇമാമ് ഇസ്ലാമിന്റെ ശ്രേഷ്ഠത, ഇസ്ലാമിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടി ലോകത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നതായ തെരഞ്ഞെടുപ്പ് പോലത്തതായ എന്താ അതിന്റെ പേര് പറയുക, ഒരു പ്രത്യേക ജംഹൂരിയത്ത്, അല്ലെങ്കിൽ സെക്യുലറിസം, അല്ലെങ്കിൽ ഡെമോക്രറ്റിസം, അങ്ങനെ പല ഇസങ്ങൾ. അതിന്റെ പേരെന്താ പറയുന്നത്? എല്ലാവർക്കും അവകാശം, പരസ്പരം ഐക്യത്തോടു കൂടി ഇത് എടുക്കണമെന്ന അഡ്രസ് മാത്രം. പക്ഷെ ആ അഡ്രസ് അങ്ങനെ ഉണ്ട് എന്നല്ലാതെ ഇസ്ലാം വെച്ച മനുഷ്യന്മാര് ഇവിടെ സുഖലോലുപരായി ഇവിടെ പ്രയാസമില്ലാതെ ജീവിക്കണമെങ്കിൽ മനുഷ്യന്മാരെ സൃഷ്ടിച്ച റബ്ബായിരിക്കണം അവർക്ക് എന്ത് ചെയ്യേണ്ടത്? അതിനുള്ള ചുറ്റുപാടുണ്ടാക്കി കൊടുക്കേണ്ടത്. റബ്ബ് ചുറ്റുപാടുണ്ടാക്കി കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ആ റബ്ബിന്റെ നിയമമായിരിക്കണം ഇവിടെ നടപ്പാക്കേണ്ടത്. അങ്ങനെ നടപ്പാക്കാത്ത കാലത്തോളം എത്ര തന്നെ പരിശ്രമിച്ചാലും, എത്ര തന്നെ പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്ക് രാഷ്ട്രങ്ങൾ എത്തിയാലും, നിങ്ങൾക്കറിയുന്നത് പോലെ അങ്ങനെ എത്തിയതായ രാഷ്ട്രങ്ങളുടെ നേതൃത്വം വരേക്കും തൂക്കുമരത്തിലേക്ക് കയറാൻ വേണ്ടി, സ്വന്തം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ ദയനീയ അവസ്ഥയാണ് ലോകം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അവിടുന്നൊക്കെ രക്ഷപ്പെടാൻ എന്ത് വേണം? നാം ഹല്ലിനും അഖദിനും പ്രാപ്തിയുള്ള, തലമുതിർന്ന, കഴിവുകൽപ്പുള്ള വിഭാഗം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിടവാങ്ങിയത് മദീനയിൽ, ലോകത്തോട് വിടവാങ്ങി. എന്താണ് സംഭവിച്ചത്? ഇലക്ഷൻ നടന്നോ? അല്ല. റസൂലുള്ള പ്രീതിപ്പെട്ടുകൊണ്ട് മരിച്ച, റസൂലുള്ള ആരിൽ പ്രീതിപ്പെട്ടു? അങ്ങനെ പ്രീതിപ്പെട്ടുകൊണ്ട് മരിച്ചതായ ആ മഹാത്മാക്കളാകുന്ന സഹാബാക്കൾ എന്ത് ചെയ്തു? ഇവിടെ ഒരുമിച്ച് കൂടി. എവിടെയാണത്? ബനൂ സായിദ ഉള്ള പ്രത്യേകത പഠിക്കാൻ വേണ്ടി തന്നെ റസൂലുള്ള മദീനയിലേക്ക് വന്ന ഉടനെ തന്നെ മുആഖാത്ത് നടത്തിയ സംഭവം ഇന്നലെ രാത്രിയത്തെ ക്ലാസ്സിൽ ഞാൻ ഊന്നി പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വേണ്ടിയാണ് ചെയ്തത്? ഐക്യം മുസ്ലിങ്ങളുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അത് നമ്മുടെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ടാവേണ്ടതായ ഒരു പോയിന്റാണ്. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മദീനയോട് വിടവാങ്ങിയപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും സൂചനകൾ നൽകിയിട്ടുണ്ട് എന്റെ ശേഷം അർഹപ്പെട്ട വ്യക്തി ആരാണെന്നതിലേക്ക്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയിലേക്ക് പല കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഒരു സഹോദരി വന്നപ്പോൾ, ഞാൻ ഇനി വരുമ്പോൾ നിങ്ങളില്ലെങ്കിൽ ആരുടെ അടുക്കൽ ചെല്ലണമെന്ന് ആ സഹോദരി ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അബൂബക്കറിന്റെ അടുക്കലേക്ക് ചെല്ലുക. അപ്പോൾ എന്ത് കിട്ടി? റസൂലുള്ളാഹിന്റെ ശേഷം അബൂബക്കർ ആയിരിക്കും ഇവിടെ നേതൃത്വം വഹിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതായ ബനൂ സായിദ ഗോത്രത്തിന്റെ വീട്ടിൽ അവരെ മഹാനായ അബ്ദുറഹ്മാൻ നമസ്കാരം ആരംഭിച്ചു. റസൂലുള്ളാഹി ബേക്കൽ നമസ്കരിക്കുകയും ചെയ്തു. അത് മഹാപ്രത്യേകതയാണ്. പിന്നെ മഹാനായ നമ്മുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തന്നെ നിങ്ങൾ അബൂബക്കറിനോട് ഉമറു അബൂബക്കറിൻ യുസല്ലി ബിന്നാസ്, ജനങ്ങളെ ഇമാമത്ത് നിന്നുകൊണ്ട് അബൂബക്കർ നിസ്കരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. നീണ്ട വിഷയമാണ്. നമുക്ക് നിർബന്ധമായി പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രം അതിൽ നിന്നിട്ട് ഇപ്പോൾ പറയാം. അതിൽപ്പെട്ടതാണ് അങ്ങനെ ദീനിന് വേണ്ടി. അപ്പോൾ ദീൻ രണ്ടാമത്തെ പാഠമാണ്. ദീൻ ഈ ബൈഅത്തിലേക്ക് മക്ക ഇമാമു സൂചന നൽകി. അവിടെ മുതൽ
നടപ്പാക്കി കഴിഞ്ഞാൽ അതിലൂടെ അഭിമാനം നമുക്ക് അഭിമാനം ഉണ്ടാകണം. ഇവിടുത്തെ നേതാക്കൾക്ക് അൽഹംദുലില്ലാ അങ്ങനെയുള്ളവരെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ നേതാക്കൾക്ക് ദീൻ പറയാൻ, ഖുർആൻ പറയാൻ, സുന്നത്ത് പറയാൻ അഭിമാനമാണ്. മനസ്സിലായില്ലേ? പ്ലെയിനിൽ വരെ പ്രാർത്ഥന കേൾക്കുന്നു, അത് അഭിമാനമാണ്. മനസ്സിലായില്ലേ? ഇവിടെയുള്ള ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ബാക്കിലുള്ളതായ തൈബ യൂണിവേഴ്സിറ്റി, അവിടെ 10-12,000-ഓളം പെൺകുട്ടികൾ തന്നെ പഠിക്കുന്നുണ്ട്. എന്റെ ഓഫീസിൽ വന്നതായ നമ്മുടെ നാട്ടിലുള്ള ഒരു മത നേതാവ് അദ്ദേഹം പറഞ്ഞു എന്നെ ഹറമിലേക്ക് കൊണ്ടുപോകണം, യൂണിവേഴ്സിറ്റി സന്ദർശിക്കും. ഞാൻ കുട്ടിയാണ് ഹറമിലേക്ക്, പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ കുട്ടി എടുക്കാനുണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അങ്ങനെ കുട്ടി എടുക്കാൻ വേണ്ടി പോയി. അയാൾ ഏകദേശം 70 വയസ്സുള്ള മനുഷ്യനാണ്. എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്, എന്റെ കുട്ടി ബാക്കിലേക്ക് കയറാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കാണാണ്. എന്ത്? പർദ്ദ, മുഖം മൂടിയ പർദ്ദ ധരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇങ്ങനെ ഇറക്കം. മൂപ്പരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേരളം. കാരണം ജീവിക്കുന്ന കേരളത്തിലല്ലേ, മിശ്ര ജീവിതമല്ലേ, ആണ് പെണ്ണ് വ്യത്യാസം കാണാറില്ലല്ലോ. ചിലരൊക്കെ കാണും. എല്ലാവരും ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല. അള്ളാഹിനെ പേടിയുള്ള, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ നിസ്കരിക്കാൻ കൽപ്പിച്ചതുപോലെ പർദ്ദയും കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവുമുള്ള ജനങ്ങൾ രക്ഷപ്പെട്ടു എന്നല്ലാതെ മറ്റുള്ളവർക്ക് അത് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇയാൾ കണ്ടപ്പോൾ അയാളെ കണ്ണിൽ നിന്നിട്ട് വെള്ളം ഒഴുകും പോലെ. ഞാൻ ചോദിച്ചു, എന്താ മൗലവി? പറഞ്ഞു, ഇങ്ങനെയും ഒരു ലോകമോ 20-ാം നൂറ്റാണ്ടിൽ? അപ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ പറ്റൂല എന്ന് പറയുന്നത് ശരിയല്ല, പരിശ്രമിച്ചാൽ സാധിക്കും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കരയുമ്പോൾ സംസാരിച്ചു. അയാൾ ഒരു മത നേതാവാണ്, മതസംഘടനയുടെ നേതാവാണ്. അപ്പോൾ നാം ഇത് പറയുമ്പോൾ എന്താ കേരളീയർക്ക് പ്രത്യേകത? ഇത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ദീന് ചുട്ടുതൊന്നാനുള്ളതല്ല, ഈ ദീന് ജനങ്ങൾക്ക് നടപ്പാക്കാനുള്ളതാണ്, ഈ ദീന് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അത് മനസ്സിലാക്കി പകർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ലാ തസാലു തായിഫത്തും മിനൽ മുഅ്മിനീൻ ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന ശരിക്ക് കൃത്യം ജീവിതത്തിൽ പകർത്തിയും കൊണ്ട് ഇവിടെ ജീവിക്കുന്നതായ ഒരു സമൂഹം, ഒരു തായിഫ ഖിയാമത്ത് നാൾ വരെ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫിൽ ഊതുന്ന നിമിഷം വരേക്കും ഈ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. റസൂലുള്ളാഹിന്റെ സന്തോഷ വാർത്തയാണ്. ഈ പർദ്ദ പറഞ്ഞപ്പോഴേ എന്റെ ഓർമ്മയിൽ വന്നൊരു കാര്യം പറയാണ്. ഇന്നലെ രാത്രി പറയാൻ വിട്ടത്, ഇന്നലെ രാത്രി ഊന്നി പറഞ്ഞ വിഷയമാണ്. സഅദിനോട് റസൂലുള്ളാഹി സംസാരിച്ച ശൈലി. സഅദ് പറഞ്ഞു, ഞാൻ കെട്ടിയ പെണ്ണിന്റെ മുമ്പിൽ ഒരാളെ കണ്ടാൽ അയാളെ ഞാൻ കൊന്നുകളയും. അപ്പോൾ നമ്മുടെ പെണ്ണെന്തല്ല, പബ്ലിക് സർവീസ് ആക്കാനുള്ളതല്ല, എല്ലാവർക്കും സുഖിക്കാൻ, എല്ലാവർക്കും ആസ്വദിക്കാൻ, എല്ലാവർക്കും കാണാൻ, എല്ലാവർക്കും വിളിക്കാൻ, എല്ലാവർക്കും ചിരിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് സ്പെഷ്യലായി അള്ളാഹ് നിങ്ങൾക്ക് തന്നതാണ്. നിങ്ങളാണ് മഹാ എഗ്രിമെന്റ് നിങ്ങൾ അവരോട് നടത്തിയിട്ടുണ്ട്. എന്ന ആ റബ്ബ് കൽപ്പിച്ച വചനം ചൊല്ലിയുകൊണ്ട് അവൾ നിനക്ക് ഹലാലാണ്, മറ്റുള്ളവർക്ക് ആസ്വദിക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ സഅദ്, ഏത് സഅദ്? നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോ ചേക്കുവാജി ഒന്നല്ല ഇത്. സഅദ്, എന്ത് സഅദ്? സഅദ് ഇബ്നു അബീ വഖാസ് സ്വർഗ്ഗത്തിലെ ടിക്കറ്റ് ഭൂമിയിൽ കിട്ടിയ ആളാണ്. അശ്റത്തുൽ മുബശ്ശരീന ഫിൽ ജന്ന സഅദ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയാണ്, ഞാൻ കെട്ടിയ പെണ്ണിന്റെ മുമ്പിൽ ഒരു അന്യ പുരുഷനെ കണ്ടാൽ ഞാൻ വെട്ടിക്കൊന്നു കളയും, അവനെ കടകഴിച്ച് കളയും. അതായത് എന്റെ അഭിമാനത്തെ പിച്ച് ചിന്തിയാതെ നടത്താം. റസൂലുള്ളാഹി ചോദിക്കുന്നു പുഞ്ചിരി തൂങ്ങിയിട്ട്, സഅദിന്റെ ഈർഷ്യത കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതമോ? സഅദിനേക്കാളും എന്റെ അഭിമാനത്തിൽ ഞാൻ ഈർഷ്യതയുള്ള ആളാണ്. അല്ലാഹു അഗ്യറു മിന്നി, അല്ലാഹ് എന്നേക്കാൾ മുഹറമാത്തുകൾ, അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളിൽ ഈർഷ്യതയുള്ള ആളാണ് കൂട്ടരെ. അപ്പോൾ ഈർഷ്യത എന്നത് ആണത്വമാണ്. അതാണ് നാം സ്ഥാപിക്കേണ്ടത്. അത് പർദ്ദ പറയുമ്പോൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ട ഭാഗമാണ്. ഇവിടുന്നൊക്കെ മുസ്ലിം ഭരണകൂടത്തെ വരേക്കും, മുസ്ലിം രാഷ്ട്രത്തെ വരേക്കും, മുസ്ലിങ്ങളെ വരേക്കും, മുസ്ലിം സ്ഥാപനങ്ങളെ വരേക്കും, മുസ്ലിം സംഘടനകളെ വരേക്കും ശുദ്ധി ക്ലിയറാക്കി പുറത്താക്കാനുള്ള പരിശ്രമം മനുഷ്യ പിശാചുകൾ, ജിൻ പിശാചുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നാം അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല.
റിയാദ് ഇമാം ഇന്ന് സംസാരിച്ച വിഷയം തന്നെ ജിൻ മനുഷ്യ പിശാചുകളെ കുറിച്ചായിരുന്നു. റിയാദ് ഇമാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചീഫ് മുഫ്തി അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുള്ള ആല ശൈഖ് ഇന്ന് സംസാരിച്ചത് തന്നെ പിശാചിന്റെ ആ ക്രൂര കൃത്യങ്ങൾ. അവന്റെ തുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്തറഹും ശാകിരീൻ. ആദമിന്റെ സന്തതികളുടെ മുമ്പിലൂടെ, പിന്നിലൂടെ, ബേക്കിലൂടെ, അവരുടെ എല്ലാ ഭാഗത്തിലൂടെ അവരെ നശിപ്പിക്കാൻ, അവരെ വഞ്ചിക്കാൻ, അവരെ ചതിക്കാൻ എന്റെ പ്ലാനിങ് പരിപാടിയിലൂടെ ഞാൻ പരിശ്രമിക്കുക തന്നെ ചെയ്യുമെന്ന് റബ്ബിന്റെ മുമ്പിൽ നിന്ന് വാഗ്ദാനം ചെയ്തതായ ആ പിശാച് നമ്മുടെ കൂടപ്പുറപ്പാണ്. നമ്മുടെ ചോര ചലിക്കുന്ന സ്ഥലത്ത് അത് ചലിക്കുന്നുണ്ട്, അവൻ ചലിക്കുന്നുണ്ട്, അവന്റെ ശക്തി ചലിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയാണ് റിയാദ് ഇമാം ഊന്നി പറഞ്ഞത്. അതും നാം പഠിക്കേണ്ട പാഠമാണ്. മക്ക ഇമാം ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പ്രത്യേകത പറഞ്ഞുവെങ്കിൽ, മദീന ഇമാം ദുനിയാവിനെ കുറിച്ച് നാം എന്ത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞതാണെങ്കിൽ, റിയാദ് ഇമാം സംസാരിച്ചത് പിശാചിന്റെ ശല്യത്തെ കുറിച്ചായിരുന്നു. ഇതൊക്കെ നാം പഠിക്കേണ്ട വിഷയം. ഇതൊക്കെ ഓരോ വിഷയമായി എടുത്തിട്ട് സംസാരിക്കുകയാണെങ്കിൽ മണിക്കൂറുകളല്ല, ആഴ്ചകളല്ല, ധാരാളം ടൈമുകൾ വേണ്ടി വരും. പക്ഷേ നമുക്ക് പ്രധാനമായി അറിയേണ്ടതായ ഭാഗം, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി ഇക്റാമു ദിശ്ശൈബതി വഹാമിലുൽ ഖുർആൻ. അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ് മക്ക ഇമാം. അള്ളാഹുവിനെ ആദരിക്കുന്ന, അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന, അള്ളാഹുവിന്റെ കഴിവ് മനസ്സിലാക്കുന്ന, അള്ളാഹുവിനെ പേടിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വകുപ്പിൽപ്പെട്ടതാണ്, ആ ഇനത്തിൽപ്പെട്ടതാണ് എന്ത്? ഇക്റാമു ദിശ്ശൈബ, വയസ്സും പ്രായമുള്ളവരെ ആദരിക്കുക. ഇക്റാമു ദിശ്ശൈബ, വയസ്സും പ്രായമുള്ളവരെ ആദരിക്കുക. സഹിഹായ ഹദീസ് ഇമാം സുദൈസ് മക്കയിൽ സംസാരിച്ചപ്പോൾ ഊന്നി പറഞ്ഞ ഭാഗം. പിന്നെന്താണ്? ഹാമിലുൽ ഖുർആൻ, ഖുർആൻ ഉൾക്കൊള്ളുന്ന, ഖുർആൻ മനപ്പാഠമാക്കിയ, അല്ലെങ്കിൽ ഖുർആൻ ജീവിതത്തിൽ പകർത്തിയ. മനപ്പാഠമാക്കൽ നിർബന്ധമല്ല, പക്ഷേ ഖുർആൻ ചുമക്കുന്ന എന്ന് പറഞ്ഞാൽ ഖുർആനിന് വേണ്ടി വാദിക്കുന്ന, ഖുർആനിന് വേണ്ടി ജീവിക്കുന്ന, ഖുർആൻ പ്രസംഗിക്കുന്ന, ഖുർആൻ പരിചയപ്പെടുത്തുന്ന, ഖുർആൻ വിശദീകരിക്കുന്ന, ഖുർആൻ ക്ലാസ് എടുക്കുന്ന അവരൊക്കെയാണ് ഖുർആന്റെ ഉടമകൾ. അവരെയും ആദരിക്കൽ അള്ളാഹനെ ആദരിക്കുന്നതിനോട് തുല്യമാണെന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമം കൊടുത്തവരുമായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെയോ സുൽത്താനിനെ ആദരിക്കുക, അഥവാ മുസ്ലിം ഭരണകൂടം, ഇസ്ലാമിക നിയമം നടപ്പാക്കുന്ന ഭരണകൂടത്തിന്റെ നേതൃത്വത്തെ ആദരിക്കുക. അതുകൂടി ഇമാം കൂട്ടിച്ചേർത്തു, റസൂലുള്ളാഹി കൂട്ടിച്ചേർത്തു. ആ ഹദീസ് ഇമാം പറയാൻ കാരണം ഈ ഭാഗം ആ ഹദീസിലുള്ളത് കൊണ്ടാണ് ായ ഭാഗമാണ്. കാരണം പൊട്ടിത്തെറിയും പൊട്ടിപ്പുറപ്പെടലുമെല്ലാം അറബ് രാഷ്ട്രത്തിന്റെ സൗദി അറേബ്യയുടെ പരിസരത്തിൽ കാണുന്നതായ ദയനീയ അവസ്ഥയാണ്. ആ ദയനീയ അവസ്ഥയിൽ നിന്നിട്ട് നമ്മുടെ ഈ രാഷ്ട്രത്തെ അൽ ഖൽഅത്തുൽ അഖീറ എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. അവസാനത്തെ ഇസ്ലാമിക കോട്ട, അവസാനത്തെ സംരക്ഷിക്കപ്പെട്ട ഇസ്ലാമിലെ കോട്ട. ഇതിന് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ തൗഹീദിലൂടെ, ഖുർആനിലൂടെ, സുന്നത്തിലൂടെ ഈ മതത്തെ, ഈ സത്യത്തെ പ്രചരിപ്പിക്കുന്ന നാടാക്കി അള്ളാഹു നിലനിർത്തട്ടെ. ഇമാം തുടരുന്നു, അഥവാ അള്ളാഹുവിന്റെ ഭരണകൂടമല്ല ഈ നാട്ടിൽ നടക്കുന്നതെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭരണകൂടം നടക്കാത്ത രൂപത്തിൽ ഈ നാട്ടിൽ ഹജ്ജ് നിലനിൽക്കുകയില്ല, ഉംറ നിലനിൽക്കുകയില്ല. ഹജ്ജും ഉംറയും നിലനിൽക്കണമെങ്കിൽ നമ്മുടെ കയ്യിലായിരിക്കണം മക്ക, നമ്മുടെ കയ്യിലായിരിക്കണം അള്ളാഹിന്റെ ചിഹ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ന് അള്ളാഹിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ഖുർആനിനെ നാമാണ് ഇറക്കിയത്, അതിന്റെ സംരക്ഷണം നാം ഏറ്റെടുത്തതാണ് എന്ന് അള്ളാഹു പറഞ്ഞ ആ സന്ദർഭം മുതൽ ഇന്ന് വരേക്കും ഈ നാട്ടിനെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അള്ളാഹ് സൂക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഞാൻ പറയാറുണ്ട്, അള്ളാഹു ഈ നാട്ടിനെ സൂക്ഷിക്കുന്ന അത്ഭുത രൂപങ്ങളിൽ രൂപമാണ്. എല്ലാ രാഷ്ട്രങ്ങളെ മറ്റു പാശ്ചാത്യ രാഷ്ട്രങ്ങൾ കീഴടക്കാൻ വേണ്ടി വന്നെങ്കിലും ഈ രാഷ്ട്രത്തിനെ കീഴടക്കാനോ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിൽ ഒന്ന് കടന്നാൽ തരക്കേടില്ല എന്നോ തോന്നാനുള്ള ചുറ്റുപാട് അള്ളാഹു ഉണ്ടാക്കി കൊടുത്തില്ല. എന്തുകൊണ്ട്? അവരുള്ള കാലത്തിലെല്ലാം ഇവിടെ എണ്ണ പുറത്തിറങ്ങിയിട്ടില്ല.
എണ്ണ കണ്ടുപിടിക്കപ്പെട്ടത് എപ്പോഴാണ്? പരിസരത്തിലുള്ള രാഷ്ട്രങ്ങളിലെല്ലാം സ്വാതന്ത്ര്യം കിട്ടി. പോർച്ചുഗീസുകാർ പോയി, ജർമ്മൻകാർ പോയി, എല്ലാ ഇവിടെ കീഴടക്കാൻ വേണ്ടി വന്നവരെല്ലാം മടങ്ങിപ്പോയി, അയൽ രാഷ്ട്രത്തു നിന്ന് മടങ്ങിപ്പോയി. ശേഷമാണ് എണ്ണ കാണുന്നത്. മുമ്പ് എണ്ണ കണ്ടാൽ പോലും ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ സംരക്ഷണ ശൈലി കണ്ടില്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും സൂക്ഷ്മമായി നമ്മുടെ നാട്ടിനെ, നമ്മുടെ കഅബത്തെ, നമ്മുടെ മക്കയെ, നമ്മുടെ മദീനയെ എങ്ങനെ സംരക്ഷിച്ചു? എന്തിനു സംരക്ഷിച്ചു? അള്ളാഹ് ഇറക്കിയ ഖുർആനിന്റെ തത്വത്തെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും, അത് സംരക്ഷിക്കും, എന്റെ ബാധ്യതയാണ് എന്ന് അള്ളാഹ് ഏറ്റെടുത്തത് കൊണ്ടാണ്. അതാരെങ്കിലും ഖുർആൻ നിഷേധികളായ ഖുർആനിസ്റ്റോ, ഹദീസ് നിഷേധികളായ ഖുർആനിസ്റ്റോ, അല്ലെങ്കിൽ മൂന്നോക്തകാരായ ഇസ്ലാമിനെ തള്ളിപ്പറയുന്നവരോ, അല്ലെങ്കിൽ ഖുർആനിനെയും അതിന്റെ വിശദീകരണമാകുന്ന ഹദീസിനെയും ജീവിതത്തിൽ പകർത്തുന്നതിൽ വളം ചേർക്കാൻ, കരിഞ്ചന്ത ചേർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന പല 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 ഇനങ്ങൾ ലോകവ്യാപകമാണ്. അവിടെ ഒന്നും ഒരിക്കലും ഖുർആൻ പരാജയപ്പെടുകയില്ല. ഖുർആനിന്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ ചേഞ്ച് ചെയ്യാൻ ലോകത്തിന് സാധിക്കുകയുമില്ല. അള്ളാഹ് സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റെടുത്തതാണ്. അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റെടുത്തതാണ് എന്ത്? അള്ളാഹുവിന്റെ ഖുർആനിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകുമെന്ന തത്വം. മക്ക ഇമാമ് തുടരുന്നു, ഈ ദീൻ അതിന്റെ നിലനിൽപ്പ് നസീഹത്തിലൂടെയാണ്. ശ്രദ്ധിക്കുക, നസീഹത്തിലൂടെയാണ്. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ മുമ്പിൽ വിട്ടുകിടന്നു അബൂ ഹുറൈറയുടെ ഒരു ഹദീസ്. ഒരു മനുഷ്യൻ പരലോകത്തിൽ, ബുഖാരിയിലാണ്, പരലോകത്തിൽ നരകത്തിൽ അവന്റെ ആമാശയമിറങ്ങി അവനിങ്ങനെ ആസങ്കലിന്റെ പരിസരത്തിൽ കറങ്ങും പോലെ നരകത്തിൽ കറങ്ങുന്നു. അവനാണെങ്കിൽ ജനങ്ങളോട് പലതും ഉപദേശിച്ച് നടന്ന വ്യക്തിയാണ്. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴെല്ലാം അബൂ ഹുറൈറ കരയുമെന്നാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോഴെല്ലാം അബൂ ഹുറൈറയ്ക്ക് കരച്ചിൽ വരുമെന്നാണ്. എന്തേ? കരയാൻ മാത്രമുള്ളൂ. അങ്ങനെ ആരാണ് കറങ്ങുന്നത്? നിരീശ്വരവാദിയോ, നിർമ്മതവാദിയോ, സെക്യുലറിസത്തിന്റെ ഉടമയോ, അനിസ്ലാമിക തത്വങ്ങൾ പേര് നടക്കുന്നവരോ ഒന്നുമല്ല. പിന്നെയോ ഒരു മുസ്ലിം പണ്ഡിതനാണ്, ഇസ്ലാമിന് വേണ്ടി വാദിച്ച് നടന്ന മനുഷ്യനാണ്, ഇസ്ലാമിന് വേണ്ടി പ്രസംഗിച്ചു നടന്ന മനുഷ്യനാണ്, ഖുർആനിന്റെ ആളാണെന്ന് വാദിച്ച മനുഷ്യനാണ്. അവനാണ് നരകത്തിൽ കറങ്ങുന്നത്. ചോദിച്ചു, നിങ്ങളല്ലേ ദുനിയാവിൽ വലിയ പ്രാസംഗികനായി ജനങ്ങൾക്ക് സതുപദേശം നൽകി ജീവിച്ചത്? അദ്ദേഹത്തിന്റെ മറുപടി, അതെ, ഞാൻ ജനങ്ങൾക്ക് സദുപദേശം നൽകിയിരുന്നു. അമർത്തുഹും ബിൽ മഅറൂഫി വനഹൈതുഹും അനിൽ മുൻകർ. അവർക്ക് നന്മ പറഞ്ഞു കൊടുത്തു, തിന്മ വിരോധിച്ചു. പക്ഷേ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത നന്മ ഞാൻ ഫിറ്റാക്കാറുണ്ടായിരുന്നില്ല. ഞാൻ അവരോട് വിരോധിച്ച തിന്മ ഞാനത് ഒഴിവാക്കി നിൽക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ദയനീയ അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് ആ പ്രവർത്തകനായ അല്ലെങ്കിൽ വാവനായ പ്രസംഗികനായ ആ ലേഖകനായ ഇസ്ലാമിന്റെ പേരും പറഞ്ഞു നടന്ന മനുഷ്യനെ ശിക്ഷിക്കുന്ന കോലം ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും എത്ര വേദികൾ നാം നഷ്ടപ്പെടുത്തുന്നു. അവിടെ ഇവിടെ ഒന്നും സ്വർക്കലല്ല, അതിൻ്റെതാവുന്ന വകുപ്പുകളുണ്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ രാജാവിനോട് ഒരു കാര്യം പറഞ്ഞ് പറയാൻ ഉദ്ദേശിച്ചാൽ രാജാവിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വകുപ്പുണ്ട്. ആ വകുപ്പിലേക്ക് എത്തിച്ചാൽ ബാധ്യത അവസാനിച്ചു. അല്ലാതെ രൂപ കൈകൊണ്ടാലോ വെറുതെ കുഴപ്പമുണ്ടാക്കലാണ്. വെറുതെ അവരുടെയും ഇവരുടെയും തൊള്ളയിലും കാതിലും ഭരണകൂടത്തെ കുറിച്ച് ആക്ഷേപിക്കുക, അത് തരം താഴ്ത്തുക, അതിനെ മതിപ്പ് നഷ്ടപ്പെടുത്തുക, ഇതൊക്കെയാണ് വരിക യഥാർത്ഥത്തിൽ. അങ്ങനെ കാട്ടുന്നത്, അങ്ങനെ ചെയ്യരുത്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാരല്ല എന്നതുകൊണ്ട് ഈ വിഷയം അത്രയും ഊന്നി പറയേണ്ട അല്ലെങ്കിൽ അത്രയും പറയേണ്ടതല്ലെങ്കിലും ഇന്ന് ദായിഷ് പോലത്തെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ പൊട്ടിത്തെറി നടത്താൻ വേണ്ടിയിട്ട് വൻ ശക്തികളുടെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്നതായ ഇർഹാബ്, ഭീകരന്മാർ വ്യാപകമായി കൊണ്ടേയിരിക്കുന്ന യുഗത്തിൽ കേരളത്തിൽ നിന്നും എത്താൻ സാധ്യതയുണ്ട് അവരെ അനുകൂലിക്കുന്നവര്. അതുകൊണ്ട് യുവാക്കള് പ്രത്യേകിച്ച് ദീൻ പഠിക്കുമ്പോൾ ദീന് അതിന്റെ ലിമിറ്റോട് കൂടി അതിന് വിട്ടുകിടക്കാതെയും അതുപോലെ തന്നെ വില വെക്കാതിരിക്കുന്ന ശൈലിയും, ഈ രണ്ട് ശൈലിയും അല്ലാത്ത രൂപത്തിൽ ഇന്നാ ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ എന്നൊരു സൂറത്ത്, ഒരു ആയത്ത് ഞാൻ പറഞ്ഞില്ലേ, സൂറത്തുൽ ബഖറയിൽ അല്ലേ?
അപ്പോൾ നമ്മളെന്താ പഠിച്ചത്? ആയത്ത് പറഞ്ഞപ്പോൾ ആ ആയത്ത് അർത്ഥത്തിലും അക്ഷരത്തിലും എവിടെയാണെന്ന് പറഞ്ഞു? എവിടെയാന്ന് പറഞ്ഞു? ഇപ്പൊ അടുത്ത് പറഞ്ഞാണ്. എവിടെ? മധ്യത്തിൽ 286 സൂറത്തുൽ ബഖറയുടെ ആയത്ത്. അതിന്റെ നേരെ പകുതിയിലാണ് ഇന്നാ ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ എന്ന ആയത്ത് വരുന്നത്. മനസ്സിലായില്ലേ? ഖുർആൻ മനപ്പാടമിട്ടവരുടെ സദസ്സിൽ ഉണ്ടാവുമ്പോഴുള്ള പ്രത്യേകതയാണ്. എന്താണ് ആയത്തിന്റെ തുടക്കം? എന്ന മധ്യനില എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ടൈമില്ല കേട്ടാ, എങ്കിലും പറയാം, പെട്ടെന്ന് പറഞ്ഞു തീർത്ത് കളയാം. ഈ വസത്ത് എന്നൊക്കെ പറയുമ്പോൾ ചില ആളുടെ കോലത്തിൽ വരുന്നത് ഈ കുറച്ചൊക്കെ മ്യൂസിക് കേൾക്കാം, കുറച്ചൊക്കെ ഹാർമോണിയം കേൾക്കാം, കുറച്ചൊക്കെ പെണ്ണുങ്ങളെ കാണാം, കുറച്ചൊക്കെ മ്യൂസിക് ഫിലിമൊക്കെ കാണാം, അഷിലൊക്കെ കാണാം, പിന്നെ അതോടൊപ്പം നിസ്കരിക്കാൻ നോമ്പ് പിടിക്കാം. അങ്ങനെ വസത്ത, അതാ വസത്ത അവരുടെ. അതല്ല വസത്ത്. വസത്ത് എന്ന് പറഞ്ഞാല് ശരിയായ അർത്ഥം അവിടെ തന്നെ മുഫസ്സിറുകൾ നൽകിയിട്ടുണ്ട്. ശരിക്കും ഇഖ്തിദാ ഉസ്വത്ത്, റസൂലിലും സഹബാക്കളിലും റസൂലിലും മുമ്പുള്ള നബിമാരിലും നാം മാതൃക കാണുക, മാതൃകയുള്ള ഉമ്മത്തായി മാറുക, മാതൃകയുള്ള ഉമ്മത്തായി മാറുക. നാഫഖ ഹൻദല എന്നുള്ള ഹദീസ് ഓർക്കുന്നുണ്ടല്ലോ. ഹൻദല ഞാൻ കാപട്യത്തിൽ കടന്നുപോയി എന്ന് പറഞ്ഞ് ഖേദിച്ചു മദീനത്ത്. എന്നിട്ട് പോയി അബൂബക്കർ അടുക്കലേക്ക് ചോദിച്ചു, എന്ത് പറഞ്ഞു? അല്ല, ഞാൻ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ഇരിക്കുമ്പോൾ നല്ല ആവേശത്തിലാണ്, നല്ല ഉന്മേഷത്തിലാണ്, നല്ല ഈമാനിലാണ്, നല്ല വികാരത്തിലാണ്, ഇസ്ലാമിക വികാരത്തിലാണ്. അതേ സമയത്ത് റസൂലുള്ളാഹിന്റെ വീട്ടിൽ, റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നിട്ട് എന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്റെ ഭാര്യയുടെ കൂടെ, എന്റെ മക്കളെ കൂടെ, എന്റെ ആടുകളുടെ കൂടെ, എന്റെ സമ്പത്തുകളുടെ കൂടെ, അപ്പോൾ എനിക്ക് അള്ളാഹുവിനോടുള്ളതായ ആ മതിപ്പ്, ആ ഭക്തി നഷ്ടപ്പെടുന്നു. അപ്പോൾ എന്നിൽ കാപ്പട്യം കയറിപ്പോയോ എന്നെനിക്ക് പേടിയുണ്ട്. ഇത് കേട്ടപ്പോൾ അബൂബക്കറിനും ശരിയാണല്ലോ സംഗതി. ഇതിന്റെ മറുപടി ഇപ്പൊ ഞാൻ പറയാൻ പറ്റില്ല. പോക്കറ്റ് നമ്മളെപ്പോലെ ഹോട്ടലിലും ലോഡ്ജിലും ഗവയിലും എവിടെയും പോക്കറ്റിൽ എന്തില്ല മറുപടിയില്ല അവരുടെ കൂടെ അങ്ങനെ മറുപടി പറയാൻ പറ്റില്ല. പേടിയാണ്. ദീന്റെ കാര്യമല്ലേ അബൂബക്കറെ, ദീന്റെ കാര്യം സ്വന്തം പോക്കറ്റെന്ന് പറയില്ല. അബൂബക്കർ പറഞ്ഞു, നമുക്ക് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് പോകാം. രണ്ടുപേരും കൂടി റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ചെന്നു എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് മറുപടി ലഭിച്ചു, നിങ്ങൾ എന്റെ കൂടെ ഉള്ള സമയം അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം ആസകലമെങ്കിൽ നിങ്ങൾ മലക്കുകളായി മാറും. പിന്നെ നിങ്ങളോട് മുസാഫത്ത് ചെയ്യുന്ന മലക്കുകളായിരിക്കും. നിങ്ങൾ തന്നെ മലക്കുകളായി മാറുന്നതുകൊണ്ട് നിങ്ങളോട് മുസാഫത്ത് ചെയ്യുന്നത് മലക്കുകളായിരിക്കും. അപ്പോൾ മലക്കുകൾ നിങ്ങളോട് മുസാഫത്ത് ആലിംഗനം ചെയ്തിരുന്നതിനെ നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ അത് സാധിക്കൂല. പക്ഷേ എന്ത് ചെയ്യുക? അല്പസമയം പള്ളിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ, അല്പസമയം ഖുർആനോത്തിൽ, അല്പസമയം ഉപദേശത്തിൽ, അല്പസമയം ബിസിനസ്സിൽ, അല്പസമയം വ്യാപാരത്തിൽ, നല്ല കാര്യങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ നല്ല കാര്യം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞില്ല ഞാൻ കുറച്ചു സമയം ഫിലിം കാണുന്നു, ഞാൻ കുറച്ചു സമയം മന്ദളം തട്ടുന്നു. അതൊക്കെ അന്ന് ഉണ്ട്. ഈ രൂപത്തില്ലെങ്കിൽ അന്നത്തെ രൂപത്തിലുള്ള മന്ദളങ്ങളൊക്കെ അന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ കുറെ അബൂബക്കർ സിദ്ദീഖിന്റെ കാര്യം ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ മന്ദളത്തിലൂടെയും അപ്രകാരം തന്നെ കഹാനത്തിലൂടെയും, കഹന പറഞ്ഞാല് ജ്യോത്സ്യത്തിലൂടെയൊക്കെ സമ്പാദിച്ച സമ്പാദ്യമാണ് ഞാൻ നിങ്ങൾക്ക് തീർച്ചത് എന്ന് അബൂബക്കറിന്റെ മുമ്പിൽ ഒരടിമ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു അബൂബക്കർ? തൊള്ളയിൽ കൈയിട്ടിട്ട് ഛർദിച്ചു കളഞ്ഞു. എന്തിന്? പറ്റൂല. ഹറാമായ സമ്പത്ത് ഏത് പള്ളയിൽ കടന്നാൽ ഒരാളുടെ പള്ളയിലേക്ക് അവന്റെ ശരീരം വളരുന്നത് ഹറാമിലൂടെയാണെങ്കിൽ നരകത്തിൽ പോകൽ നിർബന്ധമാണ്. ഇതറിയുന്ന അബൂബക്കർ അങ്ങനെയാ കാട്ടിയത്. പറഞ്ഞു വരുന്നത് ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീന വആമ്മതിഹിം. ഇമാമുകളോട് ഗുണകാംക്ഷിയാകുമ്പോൾ ഇന്ന് നമ്മെ പോലത്തെ കേരളത്തിൽ ജീവിക്കുന്ന വിഭാഗമാകുമ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങൾ എവിടെ ഇസ്ലാമിക നിയമം നടപ്പാക്കുന്നുണ്ട് അവരോട് നാം നല്ല രൂപത്തിൽ സഹകരിക്കുവാനും അവർക്ക് സപ്പോർട്ട് ചെയ്യുവാനും അപ്രകാരം തന്നെ മുസ്ലിം ഐക്യം എവിടെയുണ്ട് അവിടെയെല്ലാം മുസ്ലിങ്ങളോട് സഹകരിച്ച് മുന്നോട്ട് പോകുവാനും ഐക്യം നഷ്ടപ്പെടാതിരിക്കുവാനും വേണ്ടി പരിശ്രമിക്കണം. ഈ ഐക്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഫിഖ് മസലയിൽ വരെ നമ്മുടെ നേതാക്കൾ ഇഷ്ടപ്പെടാത്തതാണ്. ഹജ്ജ് വേളയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖസ്റും ജമ്മു ആക്കണ്ട എന്തോ കാരണത്താൽ എന്ന് മക്കയിൽ വെച്ച വാർത്താ ചരിത്രം പറയുന്നുണ്ട്, ഹദീസ് പറയുന്നുണ്ട്. മക്കയിൽ നമുക്കറിയാം ഹജ്ജിന് പോയി കഴിഞ്ഞാൽ മിനയിലെ ഏറ്റവും നല്ലത് എന്താണ്? ഖസ്റാക്കലാണ്. എന്ത്? റുബാഇയായ നമസ്കാരങ്ങൾ അല്ലേ? ഖസ്റാക്കലാണ്.
ഏറ്റവും ഉത്തമം അങ്ങനെയാണ്. മിനയിൽ താമസിക്കുന്ന ഹജ്ജ് ചെയ്യുന്നവർക്ക് മാത്രം, മക്കയിൽ നിന്നിട്ട് ഹാജിമാർക്ക് ഭക്ഷണം തീറ്റ നമ്മൾ പോകുന്ന ആൾക്കല്ല. മനസ്സിലായില്ലേ? അതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉത്തമം എന്താണ്? 4 റക്അത്ത് 2 റക്അത്ത് നിസ്കരിക്കലാണ്. അറഫയിലോ അങ്ങനെ തന്നെ ജമ്മും കസറുമാക്കലാണ്. മുസ്ദലിഫയിലോ അങ്ങനെ തന്നെ ജമ്മും കസറുമാക്കലാണ്. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ നേതൃത്വത്തിൽ ഹജ്ജ് നടന്നപ്പോൾ അദ്ദേഹം അത് ചെയ്തില്ല. കാരണം പലതും പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. അക്കൂട്ടത്തിൽ പറഞ്ഞു അദ്ദേഹം മക്കക്കാരനായി അദ്ദേഹം ഗണിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ കുടുംബം ഒരു ഭാര്യ മക്കയിൽ കൂടിയുണ്ട് എന്ന് നിഗമനം. എന്തുമായി ആവട്ടെ, അതല്ല നമ്മുടെ പ്രശ്നം കൂടെയുള്ള ഇബ്നു മസ്ഊദ് ലോക മുസ്ലിങ്ങളുടെ നേതാവായി പിന്നൊരു കാലഘട്ടത്തിൽ വാഴുന്ന വ്യക്തി. ഇബ്നു മസ്ഊദ് സാധാരണക്കാരനല്ലല്ലോ. ഒരവസരത്തിൽ മദീനത്തെ എല്ലാ വലിയ വലിയ പടുകൂറ്റം പണ്ഡിതന്മാരായ സഹാബാക്കൾ മരിച്ച ശേഷം ഇബ്നു മസ്ഊദ് പറയുകയുണ്ടായി, എവിടെയെങ്കിലും ഈ ഖുർആനിലുള്ള ആയത്തുകളെ കുറിച്ച്, അതിന്റെ വിശദാംശത്തെ കുറിച്ച്, അത് എവിടെ ഇറങ്ങി എന്നതിനെ കുറിച്ച്, അതിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണത്തെ കുറിച്ച് എന്നെക്കാൾ അറിയുന്ന വ്യക്തി ലോകത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിരുന്നേനെ, പക്ഷെ എന്റെ അറിവിലില്ല എന്ന് പറയാനുള്ള കഴിവുകൽപ്പുണ്ടായ വ്യക്തിയാണ് ഇബ്നു മസ്ഊദ്. ഇബ്നു ഉമ്മു അബ്ദി എന്ന റസൂലുള്ളാഹി പേര് വെച്ച വ്യക്തി ഇബ്നു ഉമ്മു അബ്ദ്. മനസ്സിലായില്ലേ? ആ ഇബ്നു മസ്ഊദ് എന്താ കാട്ടിയത്? ഞാൻ ഭിന്നിപ്പ് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഭിന്നിപ്പ് ഇഷ്ടപ്പെട്ടില്ല. എന്തായിരിക്കും? നേതാവല്ലേ, നേതാവിനോട് അനുസരിക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ചതല്ലേ? ഉസ്മാൻ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഉസ്മാൻ പൂർത്തിയാക്കുന്നതുകൊണ്ട് ഞാനും പൂർത്തിയാക്കി. എന്താ പാഠം? സ്വർണ്ണലിപി കൊണ്ട് എഴുതപ്പെടേണ്ടതായ പാഠമാണ്. സ്വർണ്ണലിപി കൊണ്ട് നാം എഴുതേണ്ടതാണ്. നമുക്ക് പരസ്പരം കണ്ടുകൂടാ, പരസ്പരം സലാം പറഞ്ഞുകൂടാ, പരസ്പരം ഐക്യമേ ഇല്ല. വെറും ചില്ലറ കൊള്ളരുതാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് ഭിന്നിക്കാം. എന്ത് ഇസ്ലാം, എന്ത് മതം, എന്ത് ദീൻ? ശ്രദ്ധിക്കണം. പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമ, ഏറ്റവും കഠിന ശിക്ഷ പരലോകത്തിൽ അനുഭവിക്കേണ്ടി വരുന്നവര്. ബുഖാരിയിൽ കിതാബ് സവാവീരിൽ ആദ്യത്തെ ഹദീസാണ് നിങ്ങൾ കേൾക്കുന്നത്. റസൂൽ പറയുന്നു, ഇന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമ, ഏറ്റവും കഠിന ശിക്ഷ പരലോകത്തിൽ അനുഭവിക്കേണ്ടി വരുന്നവര് ആലിമുൻ ലം യൻതഫി ബിഇൽമിഹി, പഠിച്ച ഇൽമ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെച്ച് അത് കാരണത്താൽ ജനങ്ങള് നന്മയേട് എന്ത് തിന്മയെന്ത് അറിയാതെ രൂപത്തിൽ ജീവിക്കുന്ന ഗതികേടിലേക്ക് ചുറ്റുപാടിലേക്ക് നയിക്കുന്ന പണ്ഡിതൻ. അള്ളാഹു എല്ലാവരും ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അതുകൊണ്ട് സർവ്വ വകുപ്പിലുള്ള സർവ്വ പണ്ഡിതന്മാർ ശ്രദ്ധിക്കണം. അവരവര് ഭിന്നിപ്പുണ്ടാക്കുമ്പോൾ, അവരുടെ അണി ചിഹ്ന ഭിന്നമാക്കി മാറ്റുമ്പോൾ അവർ ചെയ്യുന്നത് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കലല്ല, മറിച്ച് അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്താ? ഇവിടെ സൗദി അറേബ്യയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ? ഇവിടെ ഗ്രൂപ്പുകൾ കാണാറുണ്ടോ? മക്കത്തും മദീനത്തും ജീവിക്കുന്നവരല്ലേ നിങ്ങൾ? ഇവിടെ തറാവീഹ് നിസ്കാരം റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിസ്കരിക്കുന്നു 23 റക്അത്ത്, 36 റക്അത്ത്, പല ഇനങ്ങൾ നിസ്കരിക്കുന്നു. അതേ സൗദികൾ തന്നെ മറ്റു പള്ളിയിലേക്ക് പോയാൽ അവിടെ 11 നടക്കുന്നു. പുറത്തിറങ്ങി കൊടിവെക്കോ? ഇവിടെ 11 എന്ന് ചോദിച്ചാരെങ്കിലും ഇല്ല. ചർച്ചയ്ക്ക് വിധേയമായ വിഷയങ്ങളെ അങ്ങനെ തന്നെ വീക്ഷിക്കുക. എന്നിട്ട് പണ്ഡിതന്മാർ അങ്ങനെ തന്നെ അതുകൊണ്ട് ഭിന്നിപ്പില്ലാതെ ഈ ചർച്ചയ്ക്ക് വിധേയമായ വിഷയം, എല്ലാ വിഷയവുമല്ല, ചർച്ചയ്ക്ക് വിധേയമായ ഗവേഷണ വിധേയമായ വിഷയത്തെ അതേ കണ്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ ഇവിടെ നൽകിയതായ ട്രെയിനിങ്. അതാണ് ഇവിടുത്തെ ഹൈഅത്ത് കിബാറുൽ ഉലമാനെ പരിശോധിച്ചാൽ, അവരോട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചോദിച്ചാൽ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കാതെ രൂപത്തിൽ മറുപടി നൽകുന്ന കാണാം. പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു, റേഡിയോയിൽ രേഖപ്പെടുത്തപ്പെട്ടു. അതെല്ലാം നമുക്ക് അറിയുന്ന വാർത്തയാണ്. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐക്യം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഐക്യത്തോടു കൂടി മുന്നോട്ട് കുതിക്കുവാൻ, തൗഹീദിന്റെ നാം ഉൾക്കൊള്ളുന്ന ആദർശത്തിൽ വ്യതിയാനമില്ലാത്ത രൂപത്തിൽ ആ ആദർശത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് കുതിക്കാൻ എത്ര കണ്ട് സാധിക്കുന്നുവോ, എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറുതായ കാര്യങ്ങൾ വരട്ടെ, അത് തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് ഐക്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചാൽ അതിലൂടെ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ദഅവത്തിന് വിജയം, തൗഹീദിന് വിജയം, ഖുർആനിനെ പ്രചരിപ്പിക്കാനുള്ള ചുറ്റുപാട്, ഹദീസ് പ്രചരിപ്പിക്കാനുള്ള ചുറ്റുപാട്, മറ്റു വിഭാഗം കാണുമ്പോൾ നമ്മെ കണ്ട അസൂയാലുക്കളായി മാറാൻ പറ്റുന്ന രൂപത്തിൽ എന്തൊരു ഐക്യമാണ് ഇവർ, എന്തൊരു വിജയമാണ് ഇവർക്കുണ്ടായത് എന്ന് പറയുന്ന രൂപത്തിലായി മാറണം. അതാണ് കൂനൂ കശ്ശാമത്തി ബൈനൽ ഉമം, ഉമമുകളുടെ മുമ്പിൽ നിങ്ങൾ എന്ത് വേണം?
ഷാമ പോലെയായി മാറണമെന്ന് നമ്മെ പഠിപ്പിച്ചത്. ഷാമ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് ഉണ്ടാക്കാൻ പോകുമ്പോൾ കാണിക്കുന്ന അടയാളമുണ്ടല്ലോ, മുഖത്തോ എവിടേക്ക് ഉണ്ടാവും ഷാമ, കറുത്ത അടയാളം. അതുപോലെ മനുഷ്യനിൽ തുറിച്ചു കാണുന്ന, അതുപോലെ ഈ ഉമ്മകളുടെ സമൂഹങ്ങളുടെ ഇടയിൽ നിങ്ങൾ തുറിച്ചു കാണുന്നവരായി മാറണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, ഇതിനെന്ത് വേണം? മക്ക ഇമാം ഊന്നി പറഞ്ഞ, മദീന ഇമാം സൂചിപ്പിച്ച, റിയാദ് ഇമാം ഊന്നി പറഞ്ഞ ആ തൗഹീദിലേക്ക്, ആ ബഹുദൈവ വിശ്വാസികളായ കണ്ടതും കേട്ടതും പൂജിക്കുന്ന വിഭാഗത്തിൽ നിന്നിട്ട് വിമുക്തരാവുക, ഒഴിവാവുക. അള്ളാഹ്ക്ക് മാത്രം ആരാധന, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹ്ക്ക് മാത്രം നേർച്ച, അള്ളാഹ്ക്ക് മാത്രം ജീവിതം, അള്ളാഹ്ക്ക് മാത്രം ഭയം, അള്ളാഹിനോട് മാത്രം ഭയം, അള്ളാഹ്ക്ക് മാത്രം സ്നേഹം, അള്ളാഹിനോട് മാത്രം യഥാർത്ഥ ഹൃദയത്തിന്റെ അകത്തിനുള്ള സ്നേഹം. ഇത് ഹൃദയത്തിന്റെ അകത്തിനുള്ളതായ ആ അള്ളാഹുനോടുള്ളതായ ഭക്തി. അതുപോലെ തന്നെ തവക്കുൽ, എല്ലാം അള്ളാഹിലേക്ക് വരവേൽപ്പിക്കുക എന്ന തത്വം. ഈ മജ്ജ, ഈ തൗഹീദിന്റെ മജ്ജ അത് മുറുകെ പിടിക്കുക. അത് തള്ളിപ്പറയുന്നവർ ധാരാളമുണ്ട്, അത് തരം താഴ്ത്തുന്നവർ ധാരാളമുണ്ട്, അത് അവഗണിക്കുന്നവർ ധാരാളമുണ്ട്. തൗഹീദ് പറയാൻ ഇസ്ലാമത പ്രബോധനം നടത്തുന്നതോടൊപ്പം അത് പറഞ്ഞാൽ നടക്കൂല. ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു സഹോദരന്റെ കഥ. 25 കൊല്ലം പ്രബോധനം നടത്താം, പലപ്പോഴും കൊല്ലം പറഞ്ഞ് എന്നെ കാണാൻ വരും. ഞാൻ പറഞ്ഞു, അല്ല, നിങ്ങളെന്ത് ഈ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല? ഈ പുസ്തക വിതരണത്തിലൂടെ, ഈ പ്രസംഗത്തിലൂടെ, ഈ ലേഖനങ്ങളിലൂടെ എന്ത് പ്രയോജനമാണ്? മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് നന്നായിട്ടില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, അതൊന്നും പെട്ടെന്ന് നന്നാവില്ല, പിന്നൊക്കെ ശരിയായിക്കോളും, ആൾക്കാർ പിന്നെ നമ്മളെ കൂടെ വന്നാൽ ശരിയായിക്കോളും എന്നൊക്കെ മറുപടി പറഞ്ഞു. അവസാനം അങ്ങനെ 25 കൊല്ലത്തോളം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. 25 കൊല്ലം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ക്യാൻസർ പിടിച്ചു. മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ വാർത്ത കിട്ടുകയുണ്ടായി, എവിടെയുണ്ട് സായിബാബ, അവിടേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ദയനീയാവസ്ഥ. സായിബാബയെ ചോദിക്കുകയാണ് മരിക്കുമ്പോൾ. എന്തേ? തൗഹീദിന് പ്രാധാന്യം നൽകി ജീവിക്കാൻ പ്രബോധനം ചെയ്തതോടുകൂടി സാധിച്ചില്ല. എന്തേ? മനുഷ്യന്മാരോട് പേടി, ജനങ്ങളെ പേടി, മനുഷ്യന്മാരെ പേടി. നിങ്ങൾ അവരെ ഭയപ്പെടുകയാണോ? അള്ളാഹുവിനെയല്ലേ നിങ്ങൾ ഭയപ്പെടേണ്ടത്? അതുകൊണ്ട് എന്റെ ക്ലാസ് റമ്മാൻ, അതുപോലെ എന്റെ ശബ്ദം കേൾക്കുന്ന റേഡിയോയിൽ കൂടിയും നെറ്റിൽ കൂടിയും എല്ലാം ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാർ, ഇവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. എന്ത്? ഈ ദുനിയാവ് താൽക്കാലികമാണ്. മദീന ഇമാം ഊന്നി പറഞ്ഞ വിഷയം, ഈ ദുനിയാവ് താൽക്കാലികമാണ്, ഇത് നൈമിഷികമാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ വില മനസ്സിലാക്കിയവര് لو كانت الدنيا تعدل عند الله جناح بعوض لما سقى كافرا شربة ماء. സഹീഹായ ഹദീസിൽ റസൂലുള്ളാഹി. ദുനിയാവ് ശബ്ദം കേൾക്കുന്ന ഇതര മതസ്ഥരൊന്നും പ്രയാസപ്പെടരുത്. ഈ ഇസ്ലാം വെച്ച ഒരു പ്രത്യേക പോയിന്റാണത് ഞങ്ങളിവിടെ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിക്കും സത്യവിശ്വാസി അല്ലാത്തവർക്കും അനുഗ്രഹിക്കും. ദുനിയാവിലുള്ള സർവ്വ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വ്യാപകമാക്കുന്നതായ ഒരു റബ്ബാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു. അതുകൊണ്ട് മൻ കാന യുരീദുല്ലാഹ ഹയാത്തദ് ദുനിയ വസീനതഹാ നുവഫി ഇലൈഹിം അമാലഹും ഫിഹാ വഹും ഫിഹാ ലാ യബ്ഖസൂൻ ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലാ അന്നാർ വഹബിത മാ സനഉ ഫിഹാ വബാതിലും മാ കാനൂ യഅമലൂൻ. മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹാ. എല്ലാവരും കേട്ടോളീൻ, ഇതര മതസ്ഥർക്കും പാഠമാണ്. അള്ളാഹു പറയുന്നു, ഈ ദുനിയാവിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ലക്ഷ്യം ദുനിയാവ് മാത്രമാണ്. പരലോകത്തിലേക്ക് ഒരുക്കമില്ല, തയ്യാറെടുപ്പില്ല, സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന പദ്ധതിയില്ല. എന്തുമാവാം, അവനത് കാട്ടട്ടെ, ഇവനത് കാട്ടട്ടെ, ആ സ്റ്റേജുകാരൻ അങ്ങനെ പറഞ്ഞോട്ടെ, ഈ സ്റ്റേജുകാരൻ അങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ എന്റെ വധവുമായി, ഞാൻ എന്റെ ഭാര്യ ഒരു തട്ടാൻ, ഈ ഇങ്ങനെയുള്ള തത്വമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുക, പരലോകം ശ്രദ്ധിക്കൂല. അവർക്ക് ദുനിയാവിൽ പരിശ്രമിച്ച പരിശ്രമ ഫലം, അവർ പരിശ്രമിച്ച ബോംബുണ്ടാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ബഹിരാകാശത്തിൽ പോരാ, അതിനും സൗകര്യം ചെയ്തു കൊടുക്കും. എന്തൊക്കെ അവരുടെ പരിശ്രമമുണ്ട്, ആ പരിശ്രമ ഫലം നാം നൽകും. ഈ വിഭാഗം ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ല അന്നാർ. അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് നരകത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. വഹബിത മാ സനഉ ഫിഹാ. ദുനിയാവിൽ വെച്ചിട്ട് അവർ ചെയ്ത സർവ്വ പരിശ്രമം അവർക്ക് നഷ്ടപ്പെടും. വബാതിലും മാ കാനൂ യഅമലൂൻ. ദുനിയാവിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അതും നഷ്ടപ്പെടും. അതുവരെ പരലോകത്തിൽ പ്രയോജനം ലഭിക്കുന്നതല്ല.
റസൂൽ പറയുന്നു ദുനിയാവാണെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ വിലയുള്ളതാണെങ്കിൽ ഒരു ചെള്ളിന്റെ കൊതുവിന്റെ ചിറകിനോട് ഉള്ള പ്രാധാന്യമെങ്കിലും ദുനിയാവിനോട് അള്ളാഹ് ഉണ്ടെങ്കിൽ ഒരു സത്യനിഷേധിക്ക് ഒരു തുള്ളി വെള്ളം നൽകുകയില്ലായിരുന്നേനെ. എന്തേ സത്യനിഷേധികൾ ഇവിടെ കോടീശ്വരന്മാരായി മാറുന്നു, പറക്കുന്നു, രാഷ്ട്രത്തിന്റെ തലവന്മാരായി മാറുന്നു. അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ലേ ഇന്ന് ലോകത്തിൽ ബഹുഭൂരിപക്ഷം? ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ യേശു ക്രിസ്തു എന്ന് പറയുന്നു, നമ്മുടെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ. അപ്പോൾ എന്താ അവരൊക്കെ ജീവിക്കുന്നു? അള്ളാഹു ഇത് ദുനിയാവിന് അത്ര വില നൽകിയിട്ടുള്ളൂ എന്ന്. ഇത് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ദുനിയാവിന് നാം ജീവിക്കുമ്പോൾ അതിനോട് നൽകേണ്ട വില നൽകിയാൽ മതി. അതേസമയത്ത് ആഖിറം, ദുനിയാവിൽ എത്ര കാലം ജീവിക്കേണ്ടതുണ്ട് അത്ര വില നൽകുക. ആഖിറത്തിൽ എത്ര കാലം ജീവിക്കേണ്ടതുണ്ട്? കോടാന അറ്റമില്ല കോടി വർഷം ജീവിക്കേണ്ട നാടാണ്. അതിന് ആ വില നൽകുക. അപ്പോൾ ആ വില നൽകുമ്പോൾ കൂടുതൽ ടൈം പരലോകത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും, കൂടുതൽ ടൈം ക്ലാസ്സിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും, കൂടുതൽ ടൈം ഖുർആൻ ഓതാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരും, കൂടുതൽ ടൈം ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ പോലെ അർദ്ധരാത്രി ഹയാത്താക്കി നമ്മുടെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കി മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടി വരും. അതൊക്കെ നല്ല രൂപങ്ങൾ ചെയ്യുന്ന നല്ല സമൂഹം ഇന്ന് ലോകത്തിലുണ്ട്. അതിലൊന്നും എനിക്ക് എതിർപ്പില്ല. പക്ഷേ പോരാ നാം ഇപ്പോഴും പിന്നിലാണ്. പ്രത്യേകിച്ച് പണ്ട് കാലഘട്ടങ്ങളിൽ നെറ്റില്ല, പണ്ട് കാലഘട്ടങ്ങളിൽ ഇന്നുള്ളതായ മാധ്യമങ്ങളില്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ച ജനങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്താൻ ഇന്ന് കിട്ടുന്ന സൗകര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ നമ്മളെക്കാളും മുൻപന്തിയിലാണ്. എത്ര വാല്യങ്ങൾ അവർ എഴുതിപ്പോയി. അവരൊക്കെ ഫോൺ ചെയ്തിട്ട് അബ്ദുൾ റസാഖ് സന്ന എനിക്കൊരു ഫോൺ അഹമ്മദ് ഹംബൽ എന്നിട്ട് അല്ല ഇന്ന് ഹദീസ് റിപ്പോർട്ടർമാർ വായിച്ചു തരാമോ? പറ്റിയോ? അബ്ദുൾ റസാഖ് സന്നാനിയുടെ സന്നായിലാണ് 3000 കിലോ. അഹമ്മദ് ഹംബലയുടെ ബഗ്ദാദിലാണ്, അല്ലെങ്കിൽ ഇറാഖിലാണ്. എന്താ കാട്ടിയത്? മൂപ്പര് പോകാൻ തീരുമാനിച്ചു. എവിടേക്ക്? സന്നായിലേക്ക് പോകാൻ തീരുമാനിച്ചു. മക്കയിലേക്ക് എത്തിയപ്പോൾ കൂടെയുള്ളതായ ഇബ്നു മഈൻ പറഞ്ഞു, അതാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇമാം ഇവിടെയുണ്ട്, ഈ തവാഫയാണ് മൂപ്പര് എന്ന്. പറ്റൂല എന്ന് പറഞ്ഞു. എനിക്ക് ഒറിജിനാലിറ്റി, ആധികാരികത കിട്ടണം എൻ്റെ ഹദീസിന്. അതുകൊണ്ട് അബ്ദുൾ റസാഖ് സന്നാനിയുടെ ലൈബ്രറി ഉള്ളത് സന്നായിലാണ്. എവിടെ? സന്നാ എവിടെയാണ്? അള്ളാഹ് കാക്കട്ടെ, അള്ളാഹ് രക്ഷിക്കട്ടെ. സന്നായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്നും അമാനും മടക്കി കൊടുക്കട്ടെ. ആ സന്നായിലാണ് അദ്ദേഹം ഉള്ളത്, ഇമാമുള്ളത്. ഇമാമിനെ അവിടുന്ന് കാണണം, ഇവിടുന്ന് സംസാരിക്കാൻ പറ്റൂല. ദീന്റെ കാര്യം, ഹദീസിന്റെ കാര്യം. ഈ വില നമുക്ക് ഇന്ന് പണ്ഡിതന്മാർക്കുണ്ടോ? നമ്മെ കുറിച്ച് പോട്ടെ. ഇന്ന് ഉയർന്ന പണ്ഡിതന്മാരിലിട്ട് പലരും, ദീൻ പറഞ്ഞു നടക്കുന്നവരിലിട്ട് പലരും ഇത്ര പ്രത്യേകത ദീനിന് അഹ്മദ് ഹംബൽ നൽകിയതായ പ്രാധാന്യം നൽകാറുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പലരിലും ഇല്ല എന്നതാണ്, എല്ലാവരുമല്ല, പലരിലും ഇല്ല എന്നതാണ്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അത്രയും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഇത് പോകുന്ന വഴിയില് അഹ്മദ് ബിൻ ഹംബല് ഡ്യൂട്ടി ചെയ്യലാണ്, വേല ചെയ്യലാണ്. അടിമ വേല ചെയ്യും പോലെ തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ട് കാശുണ്ടാക്കാം. എന്നിട്ട് അത് തീർന്നാ പിന്നെയും ജോലി ചെയ്യാം, അത് തീർന്നാ പിന്നെയും ജോലി ചെയ്യാം. എന്നിട്ട് 3 തവണ മക്കയിലേക്ക് നടന്നു വന്നു എന്നാണ് അഹ്മദ് ബിൻ ഹംബൽ ഇറാഖിൽ നിന്നിട്ട്. കോലപ്പെടുത്താൻ തന്നെ പറ്റാത്ത. അപ്പോൾ എത്ര സൗകര്യങ്ങൾ! നെറ്റ് തുറന്നാൽ മതി. നെറ്റ് തുറന്നാൽ പല പ്രോഗ്രാമുകൾ. ഹദീസ് കണ്ടാൽ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഹദീസിനെ കുറിച്ചൊക്കെ ഒരു ഹദീസ് വായിക്കണമെങ്കിൽ അത് സഹീഹോ ദഈഫോ എന്നൊക്കെ ചോദിച്ചപ്പോൾ, അത് പല പണ്ഡിതന്മാരും ചോദിച്ചപ്പോൾ ഞാൻ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പരിശോധിച്ചിട്ട് ഒരു 1 മണിക്കൂറോ 10 മിനിറ്റൊക്കെ എടുക്കും അത് സഹീഹോ ദഈഫോ എന്ന് അറിയാൻ വേണ്ടി. ഇപ്പോഴോ മുമ്പിൽ തന്നെ നെറ്റിൽ തുറന്നാൽ കിട്ടുന്നു. എത്ര അത്ഭുതം! അത്ഭുതം എന്നല്ല, എത്ര അനുഗ്രഹം! ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് 2-ാം ഖുതുബയിൽ മക്ക ഇമാം ഊന്നി പറഞ്ഞു. അള്ളാഹ് നമുക്ക് ചെയ്തതായ വിശാലമായ അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹ് പരലോകത്തിൽ ചോദിക്കുക തന്നെ ചെയ്യും. ആളിപ്പാളിക്കത്തുന്ന നരകത്തെ നമുക്ക് കാണിച്ചുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് പരലോകത്തിൽ ചോദിക്കുന്നതായ ഭാഗമാണ് എന്ത്? ഈ ഭൂമിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തു തന്നതായ വിശാലമായ അനുഗ്രഹങ്ങളെ കുറിച്ച്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടനം പ്രവർത്തനത്തിലൂടെയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ ഈ മതത്തെ പഠിക്കാൻ ക്ലാസ്സുകളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, അതിനുള്ള ചുറ്റുപാടുണ്ട്, സൗകര്യങ്ങളുണ്ട്, നെറ്റുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് ആള് മാറാൻ വേണ്ടി പരിശ്രമിക്കുക. മക്ക ഇമാം പറഞ്ഞ പോയിന്റുകളിൽ മറ്റൊരു പോയിന്റാണ് എന്ത്? ജീവിതത്തിൽ ചേഞ്ച് വരണമെന്നത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തിലുള്ളതായ ചുറ്റുപാടിനെ ജഡ്ജ് ചെയ്യുന്നതല്ല ഏതുവരെ അവർ സ്വയം ജഡ്ജ് ചെയ്യാത്ത കാലത്തോളം. അതുകൊണ്ട് തിന്മയിൽ നിന്നിട്ട് നന്മയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നാം പാടുപെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖുകൾ നൽകട്ടെ. ഇതുവരെ പറഞ്ഞതിനെ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ഒരു സഹോദരൻ നമ്മുടെ ക്ലാസ് മെമ്പർ, അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചതായിട്ട് വിവരം അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബർ സർവ്വത്തുമാക്കി മാറ്റട്ടെ, അവരോടൊപ്പം നമ്മയും അല്ലാഹു സർവ്വത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചവർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറുകളെല്ലാം സർവ്വത്തുമാക്കി മാറ്റട്ടെ. അപ്രകാരം തന്നെ സ്നേഹത്തിന്റെ പെരുന്നാൾ എന്ന പേരിൽ പെരുന്നാൾ ഇപ്പോൾ എന്ത് പെരുന്നാൾ, ഇസ്ലാമിൽ 2 പെരുന്നാളേ ഉള്ളൂ, അത് പഠിച്ചാൽ മതി. 2 അല്ലാത്ത 3ാമത്തെ പെരുന്നാളില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദനങ്ങൾ അർപ്പിക്കുക എന്ന പദ്ധതി ഇല്ല. പിന്നെ ഈദുൽ ഹുബ്ബ് എന്ന് പറയുന്ന നാളെ വരുന്ന പെരുന്നാളോ മറ്റന്നാളോ വരുന്ന പെരുന്നാളൊക്കെ ഉണ്ടല്ലോ, ഈ പെരുന്നാളൊക്കെ അനിസ്ലാമികമാണ്, മറ്റുള്ളവരിൽ തൊട്ടുടലെടുത്തതാണ്. ഇവിടെ പലതവണ പറഞ്ഞതാണല്ലോ. അപ്പോൾ ജൂത ക്രിസ്ത്യാനികളുടെ ഭാഗത്തിൽ നിന്നിട്ട് ഉത്ഭവിക്കുന്നതായ ഓരോ കാലഘട്ടത്തിൽ വരുന്ന ബിദ്അത്തുകളായ ആഘോഷങ്ങൾ അത് നമുക്ക് വേണ്ടേ വേണ്ട, നമ്മുടെ മതത്തിൽ ഇല്ലേ ഇല്ല. ദീനിന്റെ പേരിൽ ആയി മാറുമ്പോൾ പ്രത്യേകിച്ച് അത് അപകടമാണ്, ബിദ്അത്താണ്, അനാചാരമാണ്, പാടില്ലാത്തതാണ് എന്നത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ളതായ അഭിനന്ദനങ്ങളൊക്കെ വാട്സാപ്പിൽ കൂടിയോ അല്ലെങ്കിൽ നെറ്റിൽ കൂടിയോ അല്ലെങ്കിൽ മൊബൈലിൽ കൂടിയോ വന്നാൽ അതിന് മറുപടി ഹദീസ് പറഞ്ഞു കൊടുത്താൽ മതി. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, എന്ത് മറ്റുള്ള വിഭാഗമാകുന്ന ജൂത ക്രിസ്ത്യാനികളോട് നാം പിൻപറ്റാൻ പാടില്ല, അതുകൊണ്ട് ഇത് ഒഴിവാക്കലാണ് വേണ്ടത്, ഇത് നിങ്ങൾ ചെയ്യരുത് എന്ന് ഉപദേശിച്ചുകൊണ്ട് മറുപടി അയക്കുക എന്നല്ലാതെ നിങ്ങൾ ഏതായാലും പറഞ്ഞല്ലോ എന്റെ വകയിൽ നിങ്ങൾക്ക് ഒരു അഭിനന്ദനം എന്ന് പറയേണ്ടതല്ല. മനസ്സിലായില്ലേ? തെറ്റിനെ തെറ്റുകൊണ്ടല്ല നന്നാക്കേണ്ടത്, തെറ്റിനെ നന്മ കൊണ്ടാണ് നന്നാക്കേണ്ടത്. ഇതുവരെ പറഞ്ഞതിന് അല്ലാഹു സൽക്രമമായി സ്വീകരിക്കട്ടെ. തെറ്റുകൾ കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ മാഫി ചെയ്തുമാറാകട്ടെ. പുരോഗതിയിലേക്ക് ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുറ്റുപാടുകൾ ഇവിടെയുള്ള പ്രവർത്തകന്മാർക്കും ഇവിടെയുള്ള പണ്ഡിതന്മാർക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ നാട്ടിൽ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് ഈ നാട്ടിനെ തൗഹീദിന്റെ വിജയ പതാക പറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായ തൗഫീഖ് ഇവിടെയുള്ള നേതാക്കൾക്ക് അല്ലാഹു നൽകട്ടെ. അതിന് ഘടക വിരുദ്ധമായി ക്രൂര കൃത്യങ്ങളോ ഗൂഢാലോചനകളോ നടത്തുന്ന വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതികാരം അവർക്ക് നൽകട്ടെ. അവരുടെ ശല്യത്തിൽ നിന്നിട്ട് അവരുടെ ദ്രോഹത്തിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക നിയമങ്ങളെയും ഭരണകൂടത്തെയും ഖുർആനെയും സുന്നത്തിനെയും ദീനിനെയും സംരക്ഷിക്കട്ടെ. സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പങ്കാളികളാവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളോട് വസീയത്തുകൾക്കും നമ്മുടെ ശബ്ദം കേൾക്കുന്ന നെറ്റിൽ കൂടി ശബ്ദം കേൾക്കുന്ന റേഡിയോയിൽ കൂടി ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാർക്കെല്ലാം നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലോകങ്ങളുടെ രോഗങ്ങളെ പരിപൂർണമായി അല്ലാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അപ്രകാരം എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ നിന്നിട്ട് ഈ നാട്ടിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർ, മുമ്പ് ഈ നാടിനോട് വിടവാങ്ങി പോയവരിൽ നിന്നിട്ട് ഇവിടെ വരാൻ ആഗ്രഹമുള്ളവർ, അവർക്കെല്ലാം ഈ നാട്ടിലേക്ക് വരുവാനും ഇവിടെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഇവിടെ ഉംറയും ഹജ്ജും ചെയ്യുവാനും ഉള്ള ദീർഘായുസ്സും ആരോഗ്യവും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക്ക് വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد قادة بلاد الحرمين سوءا اللهم فأشغله في نفسي اللهم اجعل تدبيره يا رب العالمين يا حي يا قيوم. اللهم صل على محمد وعلى آل محمد. ഭക്ഷണം കഴിക്കാത്തവർ ഭക്ഷണം കഴിച്ചു പോയാൽ മതി. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.